ഈ രീതിയിലാണ് മതം അവതരിപ്പിക്കുന്നത്. വിശ്വാസമായാലും അവിശ്വാസമായാലും അത് മനുഷ്യന്റെ സ്വയം നിയന്ത്രണത്തിൽ പെട്ട ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ അതൊരു കുറ്റകൃത്യമോ പുണ്യമകർമ്മമോ ആണ് എന്ന് വിധിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ആരൊക്കെ വിശ്വസിക്കണമെന്നും ആരൊക്കെ അവിശ്വസിക്കണമെന്നും ദൈവം തന്റെ ഇച്ഛയാൽ മുൻകൂട്ടി നിശ്ചയിച്ചു എന്നാണ് പലതവണ ആവർത്തിച്ച് പറയുന്നത്. മാത്രമല്ല, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും നേർമാർഗം സ്വീകരിക്കാം. പക്ഷേ വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്നാണ് ഖുർആൻ. എന്ന് വെച്ചാൽ എനിക്ക് യുക്തിവാദം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷെ ഞാൻ അങ്ങനെ പോകണമെങ്കിൽ, ഞാൻ അങ്ങനെ ഇച്ഛിക്കണമെങ്കിൽ അള്ളാഹു അത് ഇച്ഛിക്കണം ആദ്യം. അപ്പൊ എന്റെ ഇച്ഛകൾ അള്ളാഹുവിന്റെ ഇച്ഛകൾക്ക് വിധേയമാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി ഇല്ലാത്ത മനുഷ്യനെ, ദൈവേച്ഛക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാപമാത്രമായ മനുഷ്യനെ അതിന്റെ പേരിൽ ശിക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാരുണ്യവാനായ ദൈവത്തിന് ഭൂഷണമാകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ദൈവം ഇന്നുവരെ നമ്മളോട് ആരോടും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവങ്ങൾക്ക് വേണ്ടി വക്കീൽ പണിയെടുക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ വിചിത്രമായ മറുപടികളാണ് അവരിൽ നിന്നുണ്ടാവാറുള്ളത്. അവർ പറയുന്നത് മനുഷ്യർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ കഴിവ് തന്നിട്ടുണ്ട്. പിശാചിന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ അവർ ശരിയായ വഴിയിലേക്ക് പോവുക എന്നുള്ളത് മനുഷ്യന്റെ കടമയാണ് എന്നാണ് വാദം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇച്ഛ ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ചായിരിക്കും നടക്കുക എന്നും, എല്ലാം മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ആഹാരം ചോദിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നു. അന്നേരം അയാൾക്ക് നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ ചോറ് വിളമ്പി കൊടുക്കുന്നു. ആ ചോറിൽ സാമ്പാർ ഒഴിക്കുന്നതിന് പകരം കുറച്ച് ഹുരുടാനും ചമ്മന്തി ഒഴിക്കുന്നതിന് പകരം കുറച്ച് പൊട്ടാസ്യം സയനൈഡ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക. ആ പാവം അത് കൊണ്ടുപോയി തിന്നിട്ട് ചത്തുപോകുന്നു. അന്നേരം നമ്മൾ പറയാം, അയാൾക്കെന്താ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, അയാൾക്ക് ആ ഭക്ഷണം ഒന്ന് മണത്തു നോക്കാമായിരുന്നില്ലേ, അയാൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അത് വിഷമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ നീതിബോധമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഞാൻ പിശാചിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് തിന്മകളുടെ വഴികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നിങ്ങൾ പോയി ചാടാൻ വേണ്ട എല്ലാ കെണികളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രവാചകന്മാരെ അയച്ച് നിങ്ങൾക്ക് വേണ്ട സന്മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, മനുഷ്യർ അങ്ങനെ സ്വതന്ത്രമായി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തിയിട്ട് സത്യം കണ്ടെത്താൻ മാത്രമുള്ള സർവജ്ഞാനികളൊന്നുമല്ല മനുഷ്യർ. ഇപ്പം മനുഷ്യരെങ്ങനെയാണ് ഒരു മതം സ്വീകരിക്കുന്നത് നമുക്കറിയാം. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും അവന്റെ അച്ഛനമ്മമാരും അവരുടെ മതപാഠശാലകളിൽ നിന്ന് ഇസ്ലാം മതമാണ് സത്യമെന്നും അള്ളാഹുവാണ് ശരിയായ ദൈവമെന്നും പിഞ്ചു തലച്ചോറിലേക്ക് ഈ വിശ്വാസങ്ങളെല്ലാം അടിച്ചു കയറ്റപ്പെടുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അവൻ ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കും. മറിച്ച് ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നവൻ അവന്റെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കഥകളെല്ലാം വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നു. ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കുന്നവൻ അവന്റെ സൺഡേ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് സത്യമെന്ന് വിശ്വസിക്കും. ഇവിടെ ഈ 3 മതങ്ങളെ, അല്ലെങ്കിൽ അനേകം മതങ്ങളുണ്ട്, ആയിരക്കണക്കിന് മതങ്ങളുണ്ട് ലോകത്ത്. ഇതിലേതാണ് സത്യമെന്ന് എല്ലാ മതങ്ങളും പഠിച്ച് പരിശോധിച്ചിട്ട് ശരിയായ മതം തെരഞ്ഞെടുക്കാനൊന്നും ഇവിടെ മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള അവസരവുമില്ല, സാഹചര്യവുമില്ല. അതിന് അത്രമാത്രമുള്ള ബുദ്ധിപരമായ കഴിവുകളും മനുഷ്യർക്ക്. അപ്പൊ ഈ ദുർബലരായ ഈ മനുഷ്യജീവികളെ അവർക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായിട്ടുള്ള കഴിവുകൾ നൽകാതെ അവരെ വഴിപഴപ്പിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തുകൊണ്ട് അതിന്റെ പേരിൽ അവരെ ശാശ്വതമായ നരകത്തിൽ എറിഞ്ഞ് ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്നത് കാരുണ്യവാനായ ഒരു ദൈവത്തിന്റെ ലക്ഷണമായിട്ട് സാമാന്യ യുക്തിയുള്ളവരാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. സ്രഷ്ടാവായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഉണ്ട് എന്നും ആ ദൈവം ഇന്നയാളാണ് എന്നും ആ സ്രഷ്ടാവിന്റെ പാവപ്പെട്ട ഈ സൃഷ്ടികളെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആ സ്രഷ്ടാവിനാണോ അതോ ഈ പാവം മനുഷ്യർക്കാണോ ഉള്ളത്?
സ്രഷ്ടാവ് ആകാശത്തിന്റെ മറവിൽ എവിടോ ഒളിഞ്ഞിരിക്കുകയും സൃഷ്ടികൾ ഞങ്ങളെ സ്രഷ്ടാവ് ഇതാണ്, അല്ല ഞങ്ങളെ സ്രഷ്ടാവ് മറ്റേതാണ്, ഞങ്ങളെ ദൈവം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടികൾ ആ സ്രഷ്ടാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വാളും കുന്തവും തോക്കും എടുത്തിട്ട് പടപൊരുതുകയും ചെയ്യും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്നു, രക്തപ്പുഴകൾ ഒഴുകുന്നു. സ്രഷ്ടാവായ ദൈവം അപ്പോഴും ആകാശത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ട് രസിക്കുന്നു. എങ്കിൽ ആ ദൈവം എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത്? സ്വന്തം രക്ഷയ്ക്ക് സർവശക്തനായ ദൈവത്തിന് കഴിവുണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ രക്ഷിക്കാൻ ഈ പാവം മനുഷ്യർ വാളെടുക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഒരു യുക്തിയില്ല. മതത്തിന്റെ പേരിൽ സ്വന്തം സഹജീവികളുടെ നേരെ ആയുധമെടുക്കാൻ പോകുന്ന മൗലികവാദികളും തീവ്രവാദികളും ആലോചിക്കേണ്ടത് ഈ ഒരു പ്രശ്നമാണ്. ദൈവമുണ്ടെങ്കിൽ ഉണ്ട് എന്ന്, അത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആണ്, അല്ലെങ്കിൽ യഹോവയാണ് എന്ന കാര്യം സൃഷ്ടികളായ പാവം മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ദൈവത്തിനാണ് എന്ന് നമ്മൾ അംഗീകരിക്കും. ആ ബാധ്യത ഏറ്റെടുക്കാതെ ദൈവം ഒളിച്ചു കളിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി വാളെടുക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. അതാണ് അതേക്കുറിച്ച് പറയാം. മറ്റൊന്ന്, സർവശക്തനാണ് ദൈവം എന്നാ പറയുന്നത്. ദൈവത്തിന്റെ സർവശക്തിക്ക് ഖുർആൻ വിശദീകരണം നൽകുന്നത് ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം ഒരു ഞൊടിയിട കൊണ്ട് അത് സാധ്യമാകുമെന്ന്. അത്രയ്ക്ക് ശക്തിയുണ്ട് ദൈവത്തിന് എന്നാണ് വിശദീകരിക്കുന്നത്. ആ ദൈവത്തിന് തന്റെ ഉണ്മയും തന്റെ ശക്തിയും താനുണ്ട് എന്നുള്ളത് പോലും ഈ പാവം സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതൊന്നും അറിയാതെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഗോത്രാചാരങ്ങളിലൊക്കെ മുഴുകി ഇന്നും ആദിവാസികളും ആഫ്രിക്കയിലും മറ്റൊക്കെയുള്ള ഗോത്ര വർഗ്ഗക്കാരും ഒക്കെ അവരുടേതായ പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു. ലോകത്ത് മനുഷ്യൻ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. അത്രയും കാലം മനുഷ്യർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകും. അപ്പൊ സർവശക്തനായ ഒരു ഈശ്വരന് ആ പാവം സ്വന്തം സൃഷ്ടികളായി പാവം മനുഷ്യരെ തന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ പോലും കഴിയുന്നില്ല എങ്കിൽ ദൈവം എങ്ങനെയാണ് സർവശക്തനാകും? ഇനി ഒരു ഞൊടിയുടെ കൊണ്ട് എന്തും ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവം തന്നെ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ 3 ലക്ഷം കൊല്ലം പണിയെടുത്തു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെ കൂടുതൽ കാലവും പണിയെടുത്തിട്ടുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ്. ബാക്കി ആകാശവും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു എന്നും മറ്റുള്ളതൊക്കെ അതിന്റെ അനുബന്ധങ്ങളാണ് എന്നും തെറ്റിദ്ധരിച്ച മനുഷ്യനാണ് ഈ ഭാവന സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി മറ്റൊന്ന്, സർവശക്തനായ ദൈവത്തിന് യാതൊരാളുടെയും സഹായം ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതേ ദൈവം തന്നെ ഇടനിലക്കാരായി ധാരാളം മലക്കുകളുടെ സഹായം തേടുന്നതായിട്ട് പറയുന്നു. അനേകം പ്രവാചകന്മാരെ ഇടനിലക്കാരായി അയക്കുന്നതായിട്ട് പറയുന്നു. മനുഷ്യന്റെ ഭാഷയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കാൻ പോലും വാടകയ്ക്കെടുക്കുന്നതായിട്ട് കാണുന്നത്. സ്വന്തമായൊരു ഭാഷ പോലും ദൈവത്തിനില്ല. മനുഷ്യന്റെ നാവ് കൊണ്ടാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്. പ്രവാചകന്മാർ അവരുടെ ഭാഷയിൽ അവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നു. ഇതെല്ലാം മനുഷ്യരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ദൈവം ആശയവിനിമയം പോലും നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ദൈവം സർവശക്തനാവുക? മറ്റൊന്ന്, ദൈവം ഖുർആൻ പോലും ദൈവത്തിന് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഖുർആൻ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉണ്ടെങ്കിൽ പോലും ഖുർആനിൽ നിന്ന് പല കാര്യങ്ങളും പ്രസക്തമായ പല സംഗതികളും ആട് നിന്നിട്ടും മറ്റും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ഒരാടിൽ നിന്ന് തന്റെ വേദഗ്രന്ഥത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവം എങ്ങനെയാണ് സർവശക്തനാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ദൈവം സ്വന്തം സൃഷ്ടികളോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നോക്കണം നിങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്രഷ്ടാവായ സർവശക്തനായ ഒരു മഹാദൈവത്തിന് ഈ നിസ്സാരനായ മനുഷ്യജീവികളോട് വാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാൻ ഖുർആനിലെ ഒരു വാക്യം: നിശ്ചയം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ അവരുടെ ശിരസ്സുകൾക്ക് കൈകാലുകൾക്കും വെട്ടുക, കൈകാലുകളും ശിരസ്സുകളും വെട്ടിമുറിക്കുക എന്ന് മലക്കുകൾക്ക് താങ്കളുടെ രക്ഷിതാവ് സന്ദേശം നൽകിയെന്ന്. ഇത് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള വെളിപാടാണ്. യുദ്ധ സാഹചര്യത്തിൽ